പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നമുക്ക് നമ്മുടെ മാമുക്കായ പറഞ്ഞ ആ പന്തളത്തേക്കൊന്ന് ചെല്ലാം, എന്നിട്ട് പട്ടണത്തിലൊന്ന് ചുറ്റി വരാം. MC റോഡിലൂടെയാണ് പോകുന്നത്. ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും കുളനട ജംഗ്ഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുളനട പന്തളം മുനിസിപ്പാലിറ്റിയിലല്ല, അതൊരു പഞ്ചായത്താണ്. എങ്കിൽ പോലും പന്തളം പട്ടണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കുളനടയെ കാണുന്നത്. അവിടെ ഒരു ട്രാഫിക് ജാം പതുക്കെ ഡെവലപ്പായി വരികയാണെന്ന് തോന്നുന്നു. കിട്ടുന്ന ചെറിയ ഗ്യാപ്പിലൂടെ എല്ലാം വാഹനങ്ങൾ ഇടിച്ച് കയറി വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും കൂടുതൽ കുരുക്കിലേക്ക് പോകാതെ അത് ഒഴിവായിട്ടുണ്ട്. പന്തളം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയും ശ്രീ അയ്യപ്പനും അതുപോലെ തന്നെ തിരുവാഭരണവുമൊക്കെയാണ്. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ അയ്യപ്പൻ പന്തളം രാജാവിൻ്റെ ദത്തുപുത്രനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ടൗണിനടുത്തുകൂടി തന്നെയാണ് അച്ഛൻ കോവിലാർ ഒഴുകുന്നത്. അതിന് മുകളിലൂടെയുള്ള പന്തളം പാലത്തിലേക്കാണ് എത്തുന്നത്. ഈ പാലത്തിന് സമാന്തരമായി ഇടതുവശത്ത് കുറച്ചകലെയായിട്ടൊരു തൂക്കുപാലമുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പാലം കേരളത്തിലെ തന്നെ വീതി കൂടിയ തൂക്കുപാലമാണ്. പാലം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ടാണ് വലിയ കോയിക്കൽ ക്ഷേത്രവും അതിനു പിന്നിലായിട്ട് പന്തളം കൊട്ടാരവും. പന്തളം രാജവംശത്തിൻ്റെ കുടുംബ ക്ഷേത്രമാണിത്. മകരവിളക്കിന് ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ കൊണ്ടുപോകുന്ന ഘോഷയാത്ര ഈ അമ്പലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ അച്ഛൻ കോവിലാറിൻ്റെ തീരത്തായിട്ടാണ് പന്തളം. സാംസ്കാരികമായും മതപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള മധ്യകേരളത്തിലെ പട്ടണങ്ങളിൽ ഒന്നാണ് പന്തളം. നാല് പ്രധാന വഴികൾ കൂടുന്ന പന്തളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തുകയാണ്. MC റോഡ് ചെങ്ങന്നൂരിൽ നിന്നെത്തി അടൂരേക്ക് നേരെ പോകുന്നു. വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ മാവേലിക്കരയാണ്. ഇടതുവശത്തേക്കുള്ള റോഡ് തുമ്പമൺ വഴി ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയിലേക്കാണ്. നമുക്ക് ഇടതുവശത്തേക്ക് കുറച്ചൊന്ന് പോയിട്ട് നോക്കി വരാം. തമിഴ്നാട്ടിൽ നിന്നും ആക്രമണം ഭയന്നോടിപ്പോകുന്ന പാണ്ഡ്യദേശത്തെ ക്ഷത്രിയർ പന്തളത്തെത്തുകയും അവിടെ സ്ഥലം വാങ്ങി സെറ്റിലാവുകയും ചെയ്തു. പിൽക്കാലത്ത് അവർ അവിടെ രാജാക്കന്മാരായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. വളരെ പുരാതനമായ തുമ്പമൺ വലിയ പള്ളിയാണ് വലതുവശത്തായിട്ട്. ഇത് തുമ്പമൺ ജംഗ്ഷൻ. ഇനി നമുക്ക് തിരികെ പോകാം. വീണ്ടും ടൗണിലെ പ്രധാന കവലയിൽ എത്തിയിട്ടുണ്ട്.
AMC റോഡിലൂടെ അടൂർ ഭാഗത്തേക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാം. റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് പന്തളം NSS കോളേജും അതിൻ്റെ ക്യാമ്പസും. തിരികെ പോകാം. പാണ്ഡ്യ രാജാവ് ഭരിക്കുന്നതിനാൽ ആ പ്രദേശം പാണ്ഡ്യൻ്റെ അളം എന്നറിയപ്പെടുകയും പിന്നീട് പന്തളം എന്ന പേരായി മാറിയെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പാണ്ഡ്യർ എത്തുന്നതിനു മുൻപ് തന്നെ പന്തളം എന്ന പേരുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. നിറയെ പൊന്തക്കാടുകളുണ്ടായിരുന്ന ദേശം പൊന്തളമെന്നും പിന്നീട് അത് ലോപിച്ച് പന്തളമെന്നും അറിയപ്പെട്ടത്രേ. പൊൻതളം പന്തളമായി മാറി എന്ന മറ്റൊരു അഭിപ്രായമുണ്ട്. ഇനി പോകാനുള്ളത് മാവേലിക്കര ഭാഗത്തേക്കാണ്. ലെഫ്റ്റിലേക്ക് തിരികെ. ഇവിടെ വലതുവശത്തായിട്ട് ആ കടകൾക്ക് പിന്നിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞ ഉടൻ തന്നെ ആ ബസ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞത്. KSRTC ബസ് സ്റ്റേഷനും ഈ റോഡിൽ തന്നെയാണ്. അവിടെ വലതുവശത്തായിട്ടാണ് ബസ് സ്റ്റേഷൻ. അങ്ങനെ പന്തളം പട്ടണത്തിലൂടെയുള്ള യാത്രയോടെ കഴിയുന്നു. പന്തളം കൊട്ടാരവും തൂക്കുപാലവും കാഴ്ചകളുമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യാം.